ക്ലാസ് ഫസ്റ്റ് ഇംഗ്ലീഷിന്റെ ആനുവൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇന്ന് ആൻസർ ചെയ്യുന്നത്. അതിൽ ആക്ടിവിറ്റി ഫസ്റ്റ് ലിസൺ ആൻഡ് ഡു ആണ്. അതായത് ശ്രദ്ധിച്ച് കേട്ടിട്ട് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി ആണ് കേട്ടോ. അപ്പോൾ ടീച്ചർ ഒരു സ്റ്റോറി വായിക്കും, ആ സ്റ്റോറി നന്നായി ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് ഈ ആക്ടിവിറ്റി ചെയ്യാം കേട്ടോ. ഇപ്പൊ സ്റ്റോറി നമുക്ക് നോക്കാം. There was an apple tree in a jungle. It was full of red apples. A monkey lived in this tree. One day, a rabbit came that way. It saw the apples. Apples, its mouth filled with water. How can I get an apple? It thought. It saw the monkey in the tree. The rabbit asked, "Hey friend, will you give me an apple? Can you give me a carrot? Then I will give you an apple," said the monkey. After some time, the rabbit came with a carrot and gave it to the monkey. The monkey gave an apple to the റാബിറ്റ്. ഇതാണ് സ്റ്റോറി കേട്ടോ. എന്തൊക്കെയാ സ്റ്റോറിയിൽ പറഞ്ഞിരിക്കുന്നത്? There was an apple tree in a jungle. എന്താണ്? ഒരു കാട്ടില് ഒരു ആപ്പിൾ മരം ഉണ്ടായിരുന്നു. It was full of red apples. അതിൽ നിറയെ ചുവന്ന ആപ്പിൾസ് ഉണ്ടായിരുന്നു. A monkey lived in this tree. ഒരു കുരങ്ങൻ ആ മരത്തില് താമസിച്ചിരുന്നു. One day a rabbit came that way. It saw the apples. എന്താണ്? ഒരു ദിവസം ഒരു മുയല് ആ വഴി വന്നു, അത് ആപ്പിളുകൾ കണ്ടു. Apples, its mouth filled with water. എന്താണ്? അവന്റെ വായില് വെള്ളം കൊണ്ട് നിറഞ്ഞു അല്ലെ ആപ്പിൾസ് കണ്ടപ്പോ. ഇതെന്താ? ആപ്പിൾസ് എന്ന് പറയാണ് അല്ലെ. How can I get an apple? It thought. അല്ലെ, എങ്ങനെ എനിക്കൊരു ആപ്പിൾ കിട്ടും എന്ന് ചിന്തിക്കുകയാണ് കേട്ടോ. It saw the monkey in the tree. മരത്തുമ്പില് കുരങ്ങനെ മുയല് കണ്ടു. Rabbit asked, "Hey friend, will you give me an apple?" മുയല് ചോദിക്കുകയാണ്, കൂട്ടുകാരാ എനിക്കൊരു ആപ്പിൾ തരുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. Can you give me a carrot? Then I will give you an apple, said the monkey. അപ്പൊ എന്താണ് കുരങ്ങൻ പറയുന്നത്? നിനക്ക് എനിക്കൊരു ക്യാരറ്റ് തരാൻ കഴിയുമെങ്കിൽ നിനക്ക് ഞാനൊരു ആപ്പിൾ തരാം എന്ന് പറയാണ് കേട്ടോ. After some time, the rabbit came with a carrot and gave it to the monkey. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ മുയല് ഒരു ക്യാരറ്റുമായിട്ട് വന്നു, എന്നിട്ട് എന്ത് ചെയ്തു? കുരങ്ങനെ കൊടുത്തു. The monkey gave an apple to the rabbit. കുരങ്ങൻ ഒരു ആപ്പിള് മുയലിന് കൊടുത്തു. ഇതാണ് കേട്ടോ സ്റ്റോറി. ഇനി എന്താണ് ആക്ടിവിറ്റി എന്ന് നോക്കാം. ടിക്ക് മാർക്ക് അഗെയിൻസ്റ്റ് ദ കറക്റ്റ് പിക്ചേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായ പിക്ചേഴ്സിന് നേരെ, ചിത്രങ്ങൾക്ക് നേരെ ടിക്ക് മാർക്ക് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ കുറച്ച് സെന്റൻസസ് വായിക്കും, അതിന് യോജിക്കുന്ന പിക്ചർ ഏതാണെന്ന് കണ്ടെത്തിയിട്ട് ടിക്ക് മാർക്ക് ഇടുകയാണ് വേണ്ടത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് ഇതാണ്. The tree was full of apples എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏത് പിക്ചർ ആണ് വരിക? ഫസ്റ്റിലെ പിക്ചർ നോക്കൂ. ഒരു മരത്തിൽ നിറയെ ആപ്പിൾ ഉണ്ട്, അടുത്ത മരത്തിലും ആപ്പിൾസ് ഒന്നും ഇല്ല അല്ലെ. അപ്പൊ ഏതാണ് കറക്റ്റ് പിക്ചർ? ഫസ്റ്റ് വൺ അല്ലേ. അപ്പൊ ഫസ്റ്റ് വണ്ണിൽ നേരെ ടിക്ക് മാർക്ക് ഇടുക കേട്ടോ. സെക്കൻഡ് വൺ നോക്കാം. മങ്കി ലിവ്ഡ് ഇൻ ദ ആപ്പിൾ ട്രീ. എന്താണ്? ആപ്പിൾ മരത്തില് ഒരു കുരങ്ങൻ താമസിച്ചിരുന്നു എന്നാണ് കേട്ടോ. തന്നിരിക്കുന്ന പിക്ചേഴ്സ് ഏതൊക്കെയാ നോക്കൂ. എന്താണ്? രണ്ട് ആപ്പിൾ ട്രീസ് തന്നെയാ തന്നിരിക്കുന്നത് അല്ലെ. പക്ഷെ കണ്ടോ, ഫസ്റ്റില് ആപ്പിൾ ട്രീയിൽ ഒരു ബേർഡ് ഇരിക്കുന്നതാണ്. രണ്ടാമത്തെ പിക്ചർ നോക്കുക, അതിൽ കണ്ടോ ഒരു മങ്കി ഇരിക്കുന്നതാണ് അല്ലെ. അപ്പോ ഒരു മങ്കി ലിവ്ഡ് ഇൻ ദ ആപ്പിൾ ട്രീ എന്ന് പറയുമ്പോൾ ഏത് പിക്ചർ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്? സെക്കൻഡ് വൺ ആണ് അല്ലെ, രണ്ടിലെ. അപ്പൊ സെക്കൻഡ് പിക്ചറിന് ടിക്ക് മാർക്ക് ഇടുക കേട്ടോ. ഇനി തേർഡ് വൺ നോക്കാം. ആപ്പിൾസ്, ഹൗ ക്യാൻ ഐ ഗെറ്റ് ആൻ ആപ്പിൾ? ഇത് ആരാണ് ചിന്തിക്കുന്നത്? റാബിറ്റ് അല്ലേ. ഇപ്പൊ തേർഡ് പിക്ചർ നോക്കൂ. ഇവിടെ കണ്ടോ, തേർഡ് പിക്ചറിലെ ഫസ്റ്റില് റാബിറ്റ് ആണല്ലേ ആപ്പിൾ ട്രീയുടെ ചുവടെ നിന്നിട്ട് ചിന്തിക്കുന്നത് കാണിച്ചിട്ടുണ്ട്. സെക്കൻഡ് പിക്ചർ നോക്കൂ, അതിൽ കണ്ടോ മങ്കി ആണ് ഇരിക്കുന്നത് അല്ലെ. അവിടെ ട്രീ ഉണ്ട്, ആപ്പിൾസ് ഒന്നും കാണുന്നില്ല. അപ്പൊ അതിലെ കറക്റ്റ് പിക്ചർ ഏതാ വരിക? ഫസ്റ്റ് വൺ അല്ലേ. ഇപ്പൊ ടിക്ക് മാർക്ക് ഇടുക കേട്ടോ. ഇനി ഫോർത്ത് വൺ നോക്കാം. ഗിവ് മീ എ ക്യാരറ്റ്, ഐ വിൽ ഗിവ് യു ആൻ ആപ്പിൾ, സെഡ് ദ മങ്കി. എനിക്കൊരു ക്യാരറ്റ് തരൂ, ഞാൻ നിനക്കൊരു ആപ്പിൾ തരാം എന്ന് മങ്കി പറയുകയാണ് കേട്ടോ. അപ്പൊ അതേതാ വരിക? ഫോർത്ത് വണ്ണിലെ ഫസ്റ്റ് പിക്ചറിൽ ട്രീ ഉണ്ട്, ആപ്പിൾസ് ഒന്നും ഇല്ല അല്ലെ. മങ്കി ഇരിക്കുന്നുണ്ട്. പക്ഷെ സെക്കൻഡ് പിക്ചറിൽ കണ്ടോ അവിടെ റാബിറ്റും ഉണ്ട്, മങ്കി ഉണ്ട് അല്ലെ. എനിക്കൊരു ക്യാരറ്റ് തന്നാൽ നിനക്ക് ഞാനൊരു ആപ്പിൾ തരാമെന്ന് മങ്കി റാബിറ്റിനോട് പറയുന്നതാണ് അല്ലെ. അപ്പൊ ഇത് കറക്റ്റ് പിക്ചർ ഏതാണ്? സെക്കൻഡ് വൺ അല്ലേ. സെക്കൻഡ് വൺ നേരെ ടിക്ക് മാർക്ക് ഇടുക കേട്ടോ. The rabbit came with a carrot. എന്താണ്? റാബിറ്റ് ഒരു ക്യാരറ്റുമായിട്ട് വന്നു എന്നാണ്. രണ്ട് പിക്ചറിലും റാബിറ്റ് ആണുള്ളത്. അഞ്ചാമത്തേലെ ഫസ്റ്റ് പിക്ചറിൽ കണ്ടോ റാബിറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ആപ്പിൾ ആണ്. സെക്കൻഡ് പിക്ചറിലാണ് റാബിറ്റ് ഒരു ക്യാരറ്റുമായിട്ട് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ സെക്കൻഡ് പിക്ചർ നേരെ ടിക്ക് മാർക്ക് ഇടുക കേട്ടോ. Activity 2, Who am I? ഞാൻ ആരാണ്? Here are some riddles about the characters from the stories in Honeybees. Read them and identify the characters. Write their names to fill the blanks. Honeybees എന്നുള്ള കഥയില്ലേ, അതിലെ കുറച്ച് കഥാപാത്രങ്ങളെ കുറിച്ചിട്ടുള്ള കുറച്ച് കഥകളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. വായിച്ചതിന് ശേഷം ഏതൊക്കെയാണ് കഥാപാത്രങ്ങൾ എന്ന്
കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ പേരുകൾ അവിടെ എഴുതാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ഐ ഹാവ് എ റെഡ് റിംഗ്, ഐ ഫെൽ ഇൻ ടു റെഡ് പെയിന്റ്, ഐ ബിക്കെയിം റെഡ്, ഹു ആം ഐ എന്നാണ് അവിടെ നമുക്ക് ആൻസർ തന്നിട്ടുണ്ട്. റിൽ എന്ന്. എനിക്കൊരു റെഡ് റിംഗ് ഉണ്ട്, ഞാനൊരു ചുവന്ന പെയിന്റിലേക്ക് വീണു, എന്നിട്ട് ഞാൻ ചുവപ്പ് നിറമായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാരാണ്? റില്ലാണ് അല്ലെ. അതിന്റെ ഉത്തരം നമുക്ക് അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് ചുവടെ തന്നിരിക്കുന്ന ബാക്കി റിഡിൽസിന്റെ ഒക്കെ ഉത്തരം കണ്ടെത്തിയിട്ട് എഴുതുകയാണ് വേണ്ടത്. സെക്കൻഡ് വൺ നമുക്ക് നോക്കാം. ഐ ആം എ ബേർഡ്, ഐ ആം എ ബിഗ് ബേർഡ്, ഐ ക്യാൻ സേ കോക്കെ ഡൂഡിൽ ഡു, ഹു ആം ഐ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഞാനൊരു പക്ഷിയാണ്, ഞാനൊരു വലിയ പക്ഷിയാണ്, എനിക്ക് കോക്കെ ഡൂഡിൽ ഡു എന്ന് പറയാൻ കഴിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ആരാണത്? റൂസ്റ്റർ ആണ് അല്ലെ. ആ ബോക്സിൽ റൂസ്റ്റർ എന്ന് എഴുതാം. ഇനി മൂന്നാമത്തെ നോക്കാം നമുക്ക്. ഐ ആം ഇൻ ദ സ്കൈ, യു ഓൾ ലൈക്ക് മീ, ഐ ഹാവ് 7 കളേഴ്സ്, ഹു ആം ഐ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഞാന് ആകാശത്താണ് ഉള്ളത്, നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്, എനിക്ക് 7 നിറങ്ങളുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റെയിൻബോ ആണ് അല്ലെ, മഴവില്ലല്ലേ. അപ്പൊ റെയിൻബോ എന്ന് അവിടെ ബോക്സിൽ എഴുതുക കേട്ടോ. ഇനി ഫോർത്ത് വൺ നോക്കാം. സിയ ഈസ് മൈ ഫ്രണ്ട്, ഐ ക്യാൻ ബിക്കം ആൻ അംബർല, ഐ ക്യാൻ ബിക്കം എ വീൽ ചെയർ, ഹു ആം ഐ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിയ എന്റെ ഫ്രണ്ടാണ്, എനിക്ക് ഒരു കുടയാവാൻ കഴിയും, എനിക്കൊരു വീൽ ചെയർ ആവാൻ കഴിയും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ആരാണത്? റോബോ അല്ലേ. അപ്പൊ റോബോ എന്ന് എഴുതുക കേട്ടോ. ആക്ടിവിറ്റി 3 നോക്കാം. ഫൈൻഡ് ദ ഡിഫറൻസസ്, വ്യത്യാസങ്ങള് കണ്ടെത്തുക എന്നുള്ളതാണ് കേട്ടോ. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്, ദേ ഹാവ് സം ഡിഫറൻസസ്, വാട്ട് ആർ ദേ, റൈറ്റ് ദം ഓൺ ദ സ്പേസ് ഗിവൺ. അതായത് ചിത്രങ്ങൾ നോക്കുക, വ്യത്യാസങ്ങളുണ്ട്, വ്യത്യാസങ്ങൾ ഏതൊക്കെയാന്നുള്ളത് ചുവടെ തന്നിരിക്കുന്ന സ്പേസിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചിത്രങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചു നോക്കുക. എന്റെ ഫസ്റ്റ് പിക്ചർ ചുവടെ നമുക്ക് തന്നിട്ടുണ്ട്. ദ പ്ലാൻ ഹാസ് 3 ഫ്ലവേഴ്സ് എന്ന് തന്നിട്ടുണ്ട് കേട്ടോ. ചെടിക്ക് 3 പൂക്കളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് പിക്ചറിൽ പൂക്കളുണ്ടോ നോക്കുക. സെക്കൻഡ് പിക്ചറിൽ പൂവുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെയാ എഴുതുക? ദ പ്ലാൻ ഹാസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ, ബാക്കിയല്ലേ എഴുതണ്ടല്ലോ. അപ്പൊ എങ്ങനെയാ എഴുതുക? ദ പ്ലാൻ ഹാസ് ഓൺലി 1 ഫ്ലവർ അല്ലെ, ഒരു ഫ്ലവർ അല്ലേ ഉള്ളൂ, ഒരു പൂവല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെ എഴുതുക കേട്ടോ. ദ പ്ലാൻ ഹാസ് ഓൺലി 1 ഫ്ലവർ. ഇനി സെക്കൻഡ് വൺ നോക്കാം. നമുക്ക് ഫസ്റ്റ് പിക്ചറിൽ നമുക്ക് തന്നിട്ടില്ല, നമ്മൾ ഫില്ല് ചെയ്യണം അല്ലെ. സെക്കൻഡ് പിക്ചറിൽ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് സെക്കൻഡ് വൺ? ദർ ആർ 2 ബട്ടർഫ്ലൈസ് ഓൺ ദ ഫ്ലവർ എന്നുള്ളതാണ് അല്ലെ. പൂവിന്റെ മുകളിൽ 2 പൂമ്പാറ്റകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് പിക്ചറില് പൂവില് പൂമ്പാറ്റകൾ ഉണ്ടോ നോക്കുക. അപ്പൊ ഉണ്ട് അല്ലെ. എത്ര പൂമ്പാറ്റകൾ ഉണ്ട്? ഒരു ബട്ടർഫ്ലൈയേ ഉള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെയാ എഴുതുക? ദർ ഈസ് എ ബട്ടർഫ്ലൈ എന്നല്ലേ. അവിടെ നമുക്ക് ദർ ഈസ് എ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ബാക്കി എങ്ങനെയാ എഴുതുക? ബട്ടർഫ്ലൈ ഓൺ ദ ഫ്ലവർ എന്ന് എഴുതണം കേട്ടോ. ഇനി അടുത്തത് നോക്കാം. തേർഡ് വണ് നമുക്ക് ഫസ്റ്റ് പിക്ചറിൽ നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത് അല്ലെ. ദർ ഈസ് എ ബേർഡ് നമുക്ക് തന്നിട്ടുണ്ട്. സെക്കൻഡ് പിക്ചറിൽ എന്താ പറഞ്ഞിരിക്കാൻ? ദർ ഈസ് നോ ബേർഡ് ഓൺ ദ ട്രീ എന്നാണ്. അതായത് മരത്തിന്റെ മുകളിൽ പക്ഷികളൊന്നും ഇല്ല എന്നുള്ളതാണ്. ഫസ്റ്റ് പിക്ചറിൽ നോക്കൂ, മരത്തിന്റെ മുകളിൽ പക്ഷി ഉണ്ട് അല്ലെ. ദർ ഈസ് എ ബേർഡ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. എങ്ങനെയാ എഴുതുക? ദർ ഈസ് എ ബേർഡ് ഓൺ ദ ട്രീ എന്ന് എഴുതണം കേട്ടോ. ഫോർത്ത് വൺ എന്താണ്? ദ ക്ലൗഡ്സ് ആർ ബിഗ് എന്നാണ് അല്ലെ. മേഘങ്ങള് വലുതാണ് എന്നുള്ളതാണ്. സെക്കൻഡ് പിക്ചറിൽ എങ്ങനെയാ ക്ലൗഡ്സ്? ചെറുത് എന്നുള്ളതാണ് അല്ലെ. ചെറുത് എന്നുള്ളതിന് എന്താ എഴുതുക? സ്മോൾ എന്നല്ലേ. ദ ക്ലൗഡ്സ് ആർ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ബാക്കി എന്താ നമ്മൾ എഴുതേണ്ടത്? സ്മോൾ എന്നാണ് അല്ലെ. സ്മോൾ എന്ന് എഴുതുക കേട്ടോ. ആക്ടിവിറ്റി 4 കോൺവേഴ്സേഷൻ ആണ്, സംഭാഷണമാണ് കേട്ടോ. കംപ്ലീറ്റ് ദ കോൺവേഴ്സേഷൻ ബിറ്റ്വീൻ സിയ ആൻഡ് ഹെർ ഫ്രണ്ട്. സിയും സിയയുടെ ഫ്രണ്ടും തമ്മിലുള്ള സംഭാഷണം പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫ്രണ്ട് എന്താ പറയുന്നത്? ഹലോ സിയ എന്ന് തന്നിട്ട് ബാക്കി നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് അല്ലെ. ഇതൊന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഹലോ സിയ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ സിയ എന്താണ് മറുപടി പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഐ ഗീവ് റോബോ ടു എ ബോയ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഞാന് റോബോനെ ഒരു ആൺകുട്ടിക്ക് കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ എന്തായിരിക്കും ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടാവുക? നിന്റെ റോബോ എവിടെയാ എന്നുള്ളതിലേ ചോദിച്ചിട്ടുണ്ടാവുക. ഹലോ സിയ, വേർ ഈസ് യുവർ റോബോ എന്ന് എഴുതണം അല്ലെ. അപ്പൊ അവിടെ ഇത് എഴുതുക കേട്ടോ. വേർ ഈസ് യുവർ റോബോ. അപ്പോഴാണല്ലേ സിയ പറയാ ഐ ഗേവ് റോബോ ടു എ ബോയ് എന്ന്. അപ്പൊ ഫ്രണ്ട് ചോദിക്കുകയാണ് വൈ ഡിഡ് യു ഗിവ് ഇറ്റ് ടു ഹിം എന്ന് കേട്ടോ. നിങ്ങൾക്ക് സ്റ്റോറി ഓർമ്മ ഉണ്ടല്ലോ അല്ലെ. പാർക്കിൽ വെച്ചിട്ട് ഒരു ബോയിനെ കാണും. ആ ബോയ്ക്ക് എന്താണ് നടക്കാൻ വയ്യാത്തൊരു കുട്ടിയായിരുന്നു അല്ലെ. ആ കുട്ടിക്കല്ലേ സിയ റോബോനെ കൊടുക്കുക. അപ്പൊ ഫ്രണ്ട് ചോദിക്കുകയാണ് വൈ ഡിഡ് യു ഗിവ് ഇറ്റ് ടു ഹിം എന്ന് കേട്ടോ. എന്തിനാണ് നീ റോബോനെ അവന് കൊടുത്തത് എന്ന് കേട്ടോ. അപ്പൊ എന്തായിരിക്കും സിയ പറഞ്ഞിട്ടുണ്ടാവുക? ഹി കനോട്ട് വാക്ക് എന്നാണ് അല്ലെ. അവന് നടക്കാൻ കഴിയില്ല എന്നുള്ളത് അവിടെ എഴുതുക കേട്ടോ.
ആക്ടിവിറ്റി 5 ആഡ് മോർ ലൈൻസ് ആണ്. വരികൾ കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ്. ലിസൺ ടു ദ ടീച്ചർ, സിംഗ് ആഫ്റ്റർ ഹർ ആൻഡ് ആഡ് മോർ ലൈൻസ് ടു ദ റൈം എന്നുള്ളതാണ്. ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കുക, ടീച്ചറൊപ്പം പാടുക, പാട്ടിനെ വരികള് കൂട്ടിച്ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ 8 ലൈൻസ് തന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. ഓൺ ദ വേ ബാക്ക് ടു ഹോം, ഇഫ് യു മീറ്റ് എ ഡോഗ് വാട്ട് വിൽ ഇറ്റ് സേ? ബൗ വൗ ബൗ വൗ. എന്താണ്? നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങും വഴി നിങ്ങളൊരു നായയെ കണ്ടുമുട്ടിയാല് എന്തത് പറയും എന്ന് ചോദിക്കുകയാണ് അല്ലെ. അപ്പൊ എന്താ പറയാ? ബൗ വൗ ബൗ വൗ എന്ന് പറയും എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അടുത്തത് എന്താ? ഓൺ ദ വേ ബാക്ക് ടു ഹോം, ഇഫ് യു മീറ്റ് എ ഫ്രോഗ് വാട്ട് വിൽ ഇറ്റ് സേ? ക്രോക്ക് 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 ക്രോക്ക്. എന്താണ്? നിങ്ങള് വീട്ടിലേക്ക് മടങ്ങും വഴി നിങ്ങളൊരു തവളയെ കണ്ടുമുട്ടിയാല് എന്തത് പറയും എന്ന് ചോദിക്കുകയാണ് അല്ലെ. അപ്പൊ എന്താ പറയാ? ക്രോക്ക് 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 എന്നാണ് അല്ലെ. അപ്പൊ അടുത്തത് ഓൺ ദ വേ ബാക്ക് ടു ഹോം നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അവിടെ പിക്ചേഴ്സിൽ അവിടെ എന്തൊക്കെയാ തന്നിരിക്കുന്നത് നോക്കൂ. ഒരു മൗസ് ഉണ്ട്, പിന്നെ ഒരു കാറ്റ് ഉണ്ട് അല്ലെ, പിന്നെ ഒരു ഹണി ബി ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഓരോന്നിന്റെയും സൗണ്ട് നമുക്ക് അറിയാലോ. കാറ്റ് എങ്ങനെയാ? മ്യോ മ്യോ എന്നാണ് അല്ലെ. മൗസ് എന്ത് സൗണ്ട് ഉണ്ടാക്കുക? പിപ് 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 എന്നാണ് അല്ലെ. ഹണി ബിയോ? ബസ് 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 എന്നല്ലേ. അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് നമുക്ക് ലൈൻസ് ആഡ് ചെയ്യാം. അപ്പൊ ഓൺ ദ വേ ബാക്ക് ടു ഹോം, ഇഫ് യു മീറ്റ് എ കാറ്റ് എന്ന് എഴുതാം. വാട്ട് വിൽ ഇറ്റ് സേ? മിയോ 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 എന്ന് എഴുതാം കേട്ടോ. അല്ലെങ്കിൽ എന്ത് എഴുതാം? ഓൺ ദ വേ ബാക്ക് ടു ഹോം, ഇഫ് യു മീറ്റ് എ മൗസ് വാട്ട് വിൽ ഇറ്റ് സേ? പിപ് 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 എന്ന് എഴുതാം. അല്ലെങ്കിൽ എന്ത് എഴുതാം? ഓൺ ദ വേ ബാക്ക് ടു ഹോം, ഇഫ് യു മീറ്റ് എ ബീ വാട്ട് വിൽ ഇറ്റ് സേ? ബസ് 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 ബസ്. അങ്ങനെ ഏത് വേണമെങ്കിലും എഴുതാം കേട്ടോ.